ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു കിൻവ ഉപ്മാവ് ചെയ്ത് നോക്കാം. ഇത് ടേസ്റ്റിയുമാണ്, ന്യൂട്രീഷ്യസ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒട്ടും സ്റ്റിക്കി ആവാതെ ടേസ്റ്റി ആയിട്ട് ഈ കിൻവ ഉപ്മാവ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് കിൻവ എടുത്തിട്ടുണ്ട്, തേങ്ങാപ്പീര, ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ്, കോണ്, ഗ്രീൻ പീസ്, ഗ്രീൻ ചില്ലി, കറി ലീവ്സ്. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ആക്കി വെച്ചിരിക്കുന്ന കിൻവ 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 3 മിനിറ്റോളം നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10-12 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അന്നേരത്തേക്ക് ഈ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഇത് കുക്ക് ചെയ്ത് റെഡിയായി കിട്ടും. ഇതുപോലെ. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂണോളം ഉഴുന്ന് ഞാനൊന്ന് കഴുകി ഉണക്കിയതാണ്, അതും കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 8 എണ്ണത്തോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റി ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേനും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു 4-5 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ ചില്ലി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റ് ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ഒരു 3 ടേബിൾ സ്പൂണ്, ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. പിന്നെ സ്വീറ്റ് കോണാണ് ഞാൻ എടുത്തേക്കുന്നത്, 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേനും അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറും ടേസ്റ്റും കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ കിൻവ ഇട്ട് കൊടുക്കാം. 1 കപ്പ് കിൻവ ഉപ്പിട്ട് വേവിച്ചെടുത്താണിത്. ഇതിലേക്ക് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പീനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡിയാണ്. അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള കിൻവ ഉപ്മ റെഡി ആയിട്ടുണ്ട്. ഗീയൊക്കെ ചേർത്തുകൊണ്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ന്യൂട്രീഷ്യസ് ആണ്, കാണാനും അടിപൊളിയാണ്, കഴിക്കാനും സൂപ്പറാണ്. ഒന്ന് ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.